Assalamualaikum. Welcome back to Salva's Kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അറബികളുടെ ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് ബനാന മുത്തബക്കാണ് തയ്യാറാക്കുന്നത്. മുത്തബക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സ്പൈസി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്വീറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് സ്വീറ്റ് ബനാന മുത്തബക്കാണ്. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ വീട്ടിലും ഈസി ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ രണ്ട് മെത്തേഡിൽ മുത്തബക്ക് ഫില്ല് ചെയ്യുന്നതും അതിൻ്റെ ഷീറ്റിൻ്റെതും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ബനാന മുത്തബക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുത്തബക്കിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അതിൻ്റെ ഡഫ് തയ്യാറാക്കാൻ അതിന് വേണ്ടി വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതേപോലെ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. സ്വീറ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചെറിയ ഒരു ടീസ്പൂൺ ഉപ്പ്. ഇതുപോലെ നോർമൽ ടെമ്പറേച്ചറിൽ മുട്ട 1 എടുത്തിട്ടുള്ളത്. ഡഫ് നല്ല സോഫ്റ്റ് ഉണ്ടാവും. മുട്ടയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അൺസാൾട്ടഡ് ആണ്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കുക, പക്ഷെ ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ഇനി ഇതിലേക്ക് കുറഞ്ഞ ചൂടുള്ള വെള്ളം 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെയാണ് ആഡ് ചെയ്യേണ്ടത്. ഒന്നിച്ചൊഴിക്കരുത്. ഇതുപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ ചൂടുള്ള വെള്ളം എടുക്കരുത്, കുറഞ്ഞ ചൂടുള്ള വെള്ളം. ഇനി ബാക്കിയുള്ള വെള്ളം കൂടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ടോട്ടൽ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദപ്പൊടിക്ക്. ഇനി ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നാക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് കൈകൊണ്ട് നല്ല സ്മൂത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ഡഫ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മുത്തബക്കിൻ്റെ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ പൊറോട്ട ഒക്കെ തയ്യാറാക്കുന്ന മെത്തേഡിൽ മാതിരി നന്നായിട്ട് കുഴക്കണം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകൾ ഭാഗത്തിട്ട് വെച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുക. ഇത് ബൗളിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതുപോലെ സൺഫ്ലവർ ഓയിൽ കൈയൊക്കെ ഗ്രീസ് ചെയ്തെടുത്തിട്ട് ഒന്നും കൂടെ അതുപോലെ സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഡഫ് കണ്ടില്ലേ, ഇത് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് സ്മൂത്തായിട്ട് തന്നെ ഡഫ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റാപ്പ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 1/2 മണിക്കൂർ. അതിപ്പോൾ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും ഞാൻ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ പഴുത്ത 3 ബനാനയാണ് എടുത്തിട്ടുള്ളത്. കോമൺ ആയിട്ട് ഇവിടെയൊക്കെ ഉണ്ടാകുന്ന പഴമാണ്. നമ്മുടെ റോബസ്റ്റ് പഴത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പോലെയാണ്. കോമൺ ആയിട്ട് എല്ലാവിധ ഗൾഫ് കൺട്രീസിലൊക്കെ ഉണ്ടാകുന്ന ഒരു ബനാനയാണിത്. നേന്ത്രപ്പഴമല്ല ഇതിന് യൂസ് ചെയ്യൽ, ഇങ്ങനത്തെ പഴമാണ് യൂസ് ചെയ്യുക. ഇതുപോലെ 3 എണ്ണം. എന്നിട്ട് അതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കണത്. ഇത് സ്വീറ്റ് ആയിട്ടുള്ളൊരു ബനാനൻ്റെ ഒക്കെ ഒരു ഫ്ലേവറിലുള്ളതാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ അൺസാൾട്ടഡ് ബട്ടർ ഒരു 1/4 ഭാഗം ഇതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കരുത്. നമ്മൾ ആദ്യം തന്നെ പുറത്ത് വെച്ച് ഇതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ ഏലക്കായുടെ പൊടി, ഒരു 100 ഗ്രാം ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്തിട്ടില്ല, കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ലാസ്റ്റ് നമ്മൾ തേൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ പഴം അത്യാവശ്യം നല്ല മധുരമുള്ള പഴമായതും കൊണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളൂ. ഫ്രഷ് ക്രീമും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് കണ്ടില്ലേ, ഇതുപോലെ തിക്കായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 3 മുട്ട നോർമൽ ടെമ്പറേച്ചറിൽ എടുക്കുക. ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കരുത്. ഇതുപോലെ 3 ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക.
ഈ മുത്തബക്ക് എന്ന് പറയുമ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതിൽ മുട്ടയാണ്. അത് സ്പൈസി ആണെങ്കിലും സ്വീറ്റ് ആണെങ്കിലും മുട്ട നന്നായിട്ട് അതിൽ കൂട്ടും. നമുക്കിവിടെ 2 കപ്പിക്ക് 3 മുട്ട, അതാണ് അതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് അവസാനമായിട്ട് ഒരു ബനാന ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയിൽ കടിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ബനാനൊക്കെ നമ്മൾ സ്മാഷ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ കൂട്ടുമ്പോഴേ ഒന്നുകൂടി ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഡഫ് എടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇത് ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. അത്യാവശ്യം കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ പൊറോട്ട ഒക്കെ തയ്യാറാക്കണ ഒരു മെത്തേഡ് പോലെ ഇതുപോലെ കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതങ്ങനെ കൈക്കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വലിയ ബോളാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ടെടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഡഫായിട്ടുണ്ട്. ഇതുപോലെ മാറ്റി വെക്കുക. ഇങ്ങനെ നമുക്ക് 2 കപ്പ് മൈദപ്പൊടിയിൽ ഒരു 5 ബോൾസ് ആക്കി എടുക്കാനുള്ളത് കിട്ടും. ഇതുപോലെ ഒന്നും കൂടെ ഷേപ്പ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. എല്ലാതും ഇതുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഈക്വൽ പാർട്ടാക്കിയിട്ട് 5 എണ്ണമായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പ് ഒന്ന് ജസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യാണ്. ഇത് പൊറോട്ടൻ്റെ ഒക്കെ ഒരു മെത്തേഡിൽ പൊടിയൊന്നും ഇടാണ്ടാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പം സൺഫ്ലവർ ഓയിൽ ആദ്യം ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ കൈക്കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഇത് വളരെ തിന്നായിട്ടുള്ളൊരു ഷീറ്റാക്കിയിട്ട് എടുക്കണം. ആദ്യം നമുക്ക് കൈക്കൊണ്ടൊന്ന് ഇതാക്കി എടുക്കുക. അതുപോലെ ഒന്നിങ്ങനെ റൗണ്ട് എടുക്കുക. അതിൻ്റെ കറക്റ്റ് ഷേപ്പ് പറഞ്ഞത് സ്ക്വയറാണ്. അപ്പോൾ ഇതാ നമ്മളിതുപോലെ റോളർ ഉപയോഗിച്ചിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ നമ്മൾ പരത്തി സ്ക്വയർ ഷേപ്പുള്ള മെത്തേഡിലാക്കി എടുത്തിട്ടുണ്ട്. വളരെ തിന്നായിട്ട് പൊട്ടാതെ വേണം അത് തയ്യാറാക്കാൻ. ഈ ഒരു മെത്തേഡിലാവണം. കണ്ടില്ലേ, പൊട്ടാതെ വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണം. എല്ലാതും ഒരേ ലെവൽക്ക് വളരെ തിന്നായിട്ട് കൈക്കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിട്ട് ഇനി നമ്മുടെ ഫില്ലിങ്സ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുക. ഷീറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഇത് അതുപോലെ കണ്ടില്ല. ഇങ്ങനെ സ്പൈസി ആണെങ്കിലും നമ്മൾ ഷീറ്റ് സെയിം മെത്തേഡിൽ തന്നെ ആക്കിയിട്ട് ഫില്ലിങ്സ് സ്പൈസി ഉള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കലാണ്. ഇനി ഇങ്ങനെ ഒരു വശം ഫോൾഡ് ചെയ്യുക. അതുപോലെ മറ്റേ വശം കൂടെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇത് ഓയിലൊക്കെ മുകൾ ഭാഗത്ത് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഒട്ടിപ്പിടിക്കും. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള 2 വശം കൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെയാണ് ഇത് ഫോൾഡ് ചെയ്ത് എടുക്കേണ്ടത്. 2 മെത്തേഡ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് മെത്തേഡാണ്. ഇനി നമുക്കിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ ഇനി മാറ്റി വെക്കാം. ഇനി അടുത്ത മെത്തേഡ് ഞാൻ സെയിം മെത്തേഡിൽ ഷീറ്റ് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് സെയിം മെത്തേഡിൽ തന്നെ ഉൾവശത്ത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു ഷീറ്റും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ മെത്തേഡ് പറഞ്ഞാൽ ഇതുപോലെ മുകൾ ഭാഗത്ത് കവർ ചെയ്ത് ഒട്ടിക്കുക. ഇത് വേറൊരു മെത്തേഡാണ്. അതായത് ഒരേ സൈസ് ആവണമെന്നില്ല. അതുപോലെ ഒന്ന് ചെറുതും ഒന്ന് വലുതായാലും മതി. ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ എഡ്ജസൊക്കെ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്യുക സ്ക്വയർ ഷേപ്പിൽ. ഇതൊക്കെ കണ്ടില്ല, ഇതുപോലെ ഇതിൻ്റെ എല്ലാ സൈഡ്സും ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം കുറഞ്ഞൊരു വലിയ സൈസിലുള്ള മുത്തബക്കായി. ആദ്യം നമ്മൾ ചെയ്തത് നമ്മൾ ഇതിൻ്റെ അത്ര സൈസില്ല. അങ്ങനെ 2 മെത്തേഡായിട്ട് നമുക്ക് ചെയ്യാതെ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള മെത്തേഡിൽ വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. രണ്ടും ഈസിയാണ്. ഇതുപോലെ എല്ലാ എഡ്ജസൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ സൂക്ഷിച്ചെടുക്കുക. ഒന്ന് പൊട്ടാതെ വേണം നമുക്ക് കിട്ടാൻ. ഇനി നമുക്കിത് 2 ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ സെയിം അൺസോൾട്ടഡ് ബട്ടർ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഡീപ്പ് ഫ്രൈ എന്നല്ല ചെയ്യുക, ജസ്റ്റ് ഷാലോ ഫ്രൈ ആണ് ചെയ്യുക. ഇനി അതുപോലെ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കുക.
ഫസ്റ്റിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതുപോലെ പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ഷീറ്റൊക്കെ ഒന്ന് വന്നാൽ മതി. ഇത് മീഡിയം ടു ലോ ആ ഒരു ലെവൽക്ക് വേണം ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സിൽ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇതിൻ്റെ ഉൾവശത്ത് നന്നായിട്ട് പിടിക്കും. കുറച്ചും കൂടെ ബട്ടർ മുകൾ ഭാഗത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ വശത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം. ഇനി നമ്മുടെ ലോക്കിംഗ് ടോങ് ഉപയോഗിച്ച് ഇതുപോലെ ഓരോ സൈഡ്സും നമുക്കിതുപോലെ ഇതിൻ്റെ സൈഡ്സൊക്കെ വേവാത്ത ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിപ്പോൾ എല്ലാ വശവും ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. ഇനി സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മറ്റേ മുത്തബക്കും കൂടെ കുറച്ച് വലിയ സൈസുമാണ് രണ്ടാമത്തെ മെത്തേഡിലത്. സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്നു. അതുപോലെ വെച്ച് കൊടുക്കുക. ഇത് അത്യാവശ്യം കണ്ടില്ലേ, മറ്റേലേറെ വലിയ സൈസായിട്ടുണ്ട്. ഇത് 2 ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ ഫോൾഡ് ചെയ്താണ്. ഇനി മുകൾ ഭാഗത്ത് കൂടെ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ മറിച്ചിടുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാതെ വേണം ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, എവിടെയൊക്കെ ഗോൾഡൻ ബ്രൗൺ നിറയെ വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാ സൈഡ്സും ഇതുപോലെ നമ്മൾ വേവിച്ചെടുക്കുക. സെയിം മെത്തേഡിൽ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. കണ്ടില്ലേ, വളരെ ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ 2 മുത്തബക്കും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബനാന കൂട്ടിയിട്ടുള്ള ഫില്ലിങ്സ് ആയതുകൊണ്ട് വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കണ്ടില്ലേ, പുറമേയൊക്കെ ഇനി ഇതിൻ്റെ ഉൾവശം കാണിച്ചു തരാം കട്ട് ചെയ്തിട്ട്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ആ മുട്ടയൊക്കെ വേവിക്കാതെ ഇങ്ങനെ ഒഴിക്കുമ്പോഴും തന്നെ ഇതിൽ നമ്മൾ വേവിക്കുന്ന ടൈമിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. ഇതിൻ്റെ ഉൾവശം കാണിച്ചു തരാം. അതുപോലെ നമുക്കിങ്ങനെ 4 പീസാക്കി കട്ട് ചെയ്യണതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈല്. അതുപോലെ സ്ക്വയറിലായിട്ടാണ് മുത്തബക്ക് കട്ട് ചെയ്യുക. നോക്കൂ, ഇതിൻ്റെ ഉൾവശത്തെ ഫില്ലിങ്സൊക്കെ കണ്ടില്ലേ, മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് എല്ലാം കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ കാണാനും നല്ല ഭംഗിയുണ്ട് ഉൾവശത്ത് ഫില്ലിങ്സൊക്കെ ആയിട്ട്. ഞാനിതവിടെ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശത്ത് കൂടി തേൻ ഒഴിക്കുന്നുണ്ട്. തേനും കൂടി കൂട്ടി കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. കണ്ടില്ലേ, മുകൾ വശത്തൊക്കെ ഇതുപോലെ തേൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവരും ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു വെറൈറ്റി ആയിട്ടുള്ള അറേബ്യൻ സ്നാക്കിനായി നമ്മൾ പേരൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് നമുക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ നമുക്കും ഈസി ആയിട്ട് സെയിം മെത്തേഡിൽ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണം അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിലും ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതെല്ലാതും ഞാൻ ഇവിടെ ഇപ്പോൾ തേനൊക്കെ ഒഴിച്ച് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തേനൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. തേനൊക്കെ കൂട്ടി കഴിക്കുമ്പോഴാട്ടോ ഇതിന് അധികം ഒരു ടേസ്റ്റ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.